അപ്പോൾ നമുക്ക് ഈ JSON-ൽ എന്തെങ്കിലും സ്റ്റാറ്റസ് കോഡ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഈ ഒരു JSON-ന് ശേഷം നമുക്കൊരു സ്റ്റാറ്റസ് കോഡ് ആഡ് ചെയ്യാം. സ്റ്റാറ്റസ് കോഡ് ഒന്നുമില്ല, നമ്മൾ എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ 400 അതുപോലെ തന്നെ എറർ ഇല്ല എങ്കിൽ 200 കൊടുത്താൽ മതി. അത് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ തന്നെ എന്താണ് സ്റ്റാറ്റസ് കോഡ് മനസ്സിലാവും. അതിനനുസരിച്ച് നിങ്ങൾ അവിടെ മാറ്റം വരുത്തിയാൽ മതി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു API കീ എങ്ങനെ സെക്യൂർ ആക്കാമെന്ന് നോക്കാം. അതെന്ന് പറയുന്നത് പാരാമീറ്റർ പാസ് ചെയ്യലാണ്. അതായത് ഇപ്പോൾ ഒരു API കീ എന്തായാലും ഉണ്ടായിരിക്കും. കാരണം ഇല്ല എങ്കിൽ നമ്മളൊരു API ക്രിയേറ്റ് ചെയ്താൽ അത് മറ്റുള്ളവർക്ക് സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് API കീ. അപ്പോൾ ആ ഒരു API കീ സാധാരണ അടിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. അതിനുശേഷം നമ്മൾ API കീ ഈക്വൽ ടു നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള ഒരു API കീ, ഇതാണ് നമ്മളിവിടെ അടിക്കുന്നത്. അതിനുശേഷം നമ്മൾ എൻട്രി അടിക്കുമ്പോൾ നമുക്ക് നമ്മൾ അങ്ങനെ എൻട്രി അടിക്കുകയാണെങ്കിൽ നമുക്കിത് വരണം. അല്ലാത്ത പക്ഷം ഇങ്ങനെ വരാൻ പാടില്ല. അത് നമുക്കതങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതായത് ഇങ്ങനെ പാരാമീറ്റർ എങ്ങനെ പാസ് ചെയ്യുമെന്ന് നോക്കാം. ഇതൊക്കെ നമ്മൾ ഗൂഗിളിൽ കാണുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ നിങ്ങൾ URL നോക്കാം. URL നോക്കുമ്പോൾ ഈ ഒരു സെർച്ച് പാരാമീറ്ററാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം തന്നെയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കാം. ഇതിന് ശേഷം, അതായത് ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യാണ്. സെർച്ച് എന്ന് പറഞ്ഞ പാരാമീറ്റർ, അത് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്കാണ് ആ സെർച്ച് പാരാമീറ്റർ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പകരം നമ്മളിവിടെ ക്യൂ ആണ് API ആണ് കൊടുക്കുന്നത്. എന്തുവേണം കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സെർച്ച് തന്നെ കൊടുത്ത് നോക്കാം. ഗൂഗിളിൽ നമ്മളൊന്ന് ക്ലോൺ ചെയ്ത് നോക്കാം. സെർച്ച് അതുപോലെ തന്നെ ക്യൂ. നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫയൽ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ പുതിയൊരു റൗട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു റൗട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ്. ഈ ഒരു റൗട്ടിൽ നമ്മൾ അബൌട്ടിലല്ല നമ്മൾ കൊടുക്കാൻ പോകുന്നത് API ആണ്. APIയിൽ ക്യൂ ആണ് കൊടുക്കാൻ പോകുന്നത്. അത് നമ്മൾ ആദ്യം API തന്നെ കൊടുക്കുകയാണ്. APIക്ക് ശേഷം നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഒരു സാധനം കൂടി ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതെന്ന് പറയുന്നത് റിക്വസ്റ്റ് ആണ്. കാരണം നമ്മളിവിടെ വിളിക്കുന്ന ഈ ഒരു ക്യൂ ഉപയോഗിച്ച് വിളിക്കണം. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം ഇങ്ങനെ വിളിക്കണമെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് എന്താണെന്ന് അറിയണം. അതായത് റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വരുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ ആണ്. ക്യൂക്ക് ശേഷം വരുന്ന ഇതാണ് നമ്മുടെ റിക്വസ്റ്റ്. അപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് നമുക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആകെ ചെയ്യേണ്ടത് റിക്വസ്റ്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക ഫ്ലാസ്കിൽ. അതിനുശേഷം നമ്മൾ റൗട്ടിങ്ങിൽ വരാം. ഇതൊന്നും ആവശ്യമില്ല, നമുക്ക് ഇതും ആവശ്യമില്ല. നമ്മൾ JSON-ആണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ JSON ഇവിടെ കോപ്പി ചെയ്തു. ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തത് ഡാറ്റ ഒന്നും ഇപ്പോൾ വേണ്ട, അതായത് ഡാറ്റ അല്ല. അതിൻ്റെ പകരം നമ്മൾ ഇവിടെ ഇതൊന്നും വേണ്ട. നമ്മളിപ്പോൾ JSON-ന് പകരം നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഒരു HTML പേജ് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഡൺ എന്ന് പറഞ്ഞിട്ട് ഹലോക്ക് പകരം ഡൺ എന്ന് അടിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ആ ഒരു API കീ, അതായത് സെർച്ച് സക്സസ് ആയാൽ അത് നമുക്കിവിടെ വരണം. അത് നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഡാറ്റയിൽ റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് അല്ല, ARGS.get. അതിനുശേഷം നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന വേരിയബിൾ API കീ ആണ്. അപ്പോൾ ആ ഒരു API കീ തന്നെ നമ്മൾ അവിടെ കൊടുക്കാൻ പോവുകയാണ്. നമ്മളുടെ പ്രൊജക്റ്റിൽ API കീ ആണ് കൊടുക്കുന്നത്. ഗൂഗിളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ക്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്യൂ കൊടുക്കാം, അല്ലെങ്കിൽ API കീ എടുക്കാം. ഞാൻ API കീ തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മളിവിടെ ഡൺ API കീ ഒന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ API കീ കൊടുത്തിട്ടുള്ള സംഭവം വർക്കായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് API കീ കൊടുത്താലും API കീ കൊടുക്കാതെയും വലിയ വ്യത്യാസം കാണില്ല. അതിന് വലിയ റീസൺ എന്ന് പറയുന്നത് നിങ്ങളോട് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ APIയും അതുപോലെ തന്നെ APIയും റൗട്ടിങ് ഒരേപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല.